ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കട്ടിങ് വീഡിയോ, സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല, മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, നമ്മുടെ റേറ്റ് എത്രയാണ്, കൈക്കൂലി കാര്യങ്ങൾ എന്നും പറഞ്ഞ് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ശരി, നമ്മളതിന് റിപ്ലൈ കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പം നമ്മളിവിടെ സാധാരണ ഒരുവിധം എല്ലാം തയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങളായി നിർത്തി വെച്ച തയ്യൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പഴയ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ കയ്യിൽ പിന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ടത്തെ റേറ്റ് എല്ലാം ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ തയ്യക്കൂലി വളരെ കുറവാന്ന് പറയാം. നമുക്ക് നാട്ടിൽ വീട്ടിൽ അമ്മയെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ 300 രൂപ ഒക്കെ ആവും, 350 രൂപയ്ക്ക് ആവും അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ നമ്മൾ അവിടെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അടിച്ച് വാരായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം അതല്ലല്ലോ സാഹചര്യം. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കലാസ് ടൈലറിങ് വീഡിയോയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുക്കുക, എന്നെ പിടിച്ചെന്നൊരു കമൻറ്റും കൊടുക്കണേ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സാധാരണ സാരി ബ്ലൗസ് ഉണ്ടല്ലോ, ലൈനിങ് ഇടാതെ നോർമലായിട്ട് തയ്ക്കുന്നത്, അതിന് 90 രൂപയാണ് നമുക്കിവിടെ റേറ്റ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തയ്ക്കുമ്പോൾ 50 രൂപ 45 രൂപയ്ക്ക് തയ്ച്ചുകൊണ്ട് ഇപ്പം 90 രൂപയിലായി നിൽക്കുന്നു. ഈ 90 രൂപ തരാനേ ഭയങ്കര പാടാണ് ഓരോരുത്തർക്ക്. അയ്യോ 90 രൂപ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതുപോലെ സാരി ബ്ലൗസ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ 180 രൂപ. ഈ 180-ൽ നമ്മൾ ലൈനിങ് ചേർക്കത്തില്ല. ലൈനിങ് ഒന്നേ അവരെടുത്ത് തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും എല്ലാവരും എടുത്ത് തരും. ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ റേറ്റ് പ്ലസ് അതിൻ്റെ റേറ്റ് തനിയെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ റേറ്റ് ഇപ്പോൾ ലൈനിങ്ങിന് 55 ഉണ്ട്, 80 സെൻറ്റിമീറ്റർ 55 ഉണ്ട്, 60 ഉണ്ട്. ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ എമൗണ്ടും മാറും. പിന്നെ ചുരിദാർ, മൊത്തത്തിലൊരു ചുരിദാർ സെറ്റ് ചുരിദാർ തയ്ച്ചെടുക്കാൻ 400 രൂപ. അത് ലൈനിങ് അവർ വാങ്ങിച്ച് തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. ഇത് ചുരിദാറിൻ്റെ തയ്യക്കൂലി മാത്രമാണ് പറയുന്നത്. പിന്നെ സാധാ ചുരിദാർ ഉണ്ടല്ലോ, ലൈനിങ് കൊടുക്കാതെ തയ്ക്കുന്ന, അതിന് 300 രൂപ. പിന്നെ പെങ്കൊച്ചുങ്ങൾക്കുള്ള സ്കൂൾ യൂണിഫോം ഉണ്ടല്ലോ, ചുരിദാർ, ആ ചുരിദാറും പാൻറ്റും മാത്രമാണെന്നുണ്ടെങ്കിൽ 250 രൂപ. കോട്ടെല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേറെ റേറ്റ് ഉണ്ട്. പിന്നെ അമ്പർല ടോപ്പ് മാത്രം തയ്ക്കുന്നവരുണ്ടല്ലോ, ചില ഡ്രസ്സെല്ലാം ക്ലോത്തെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഫാബ്രിക് കൊണ്ടുവന്ന് തരും. അതിന് നമുക്ക് അമ്പർല ടോപ്പ് മാത്രമായിട്ട് തയ്ക്കുന്ന 200 രൂപ. അതുപോലെ ലൈൻ ടോപ്പ് മാത്രമാണെങ്കിൽ 200 രൂപ. അതിൽ ലൈനിങ് ഇടുവാണെങ്കിൽ കൂടെ 50 രൂപ കൂടെ വാങ്ങിക്കും. പിന്നെ സ്കൂൾ യൂണിഫോം പിനോഫർ ഉണ്ടല്ലോ കൊച്ചുങ്ങളത്, കുഞ്ഞ് 6th താഴെയുള്ള കൊച്ചുങ്ങളത് പിനോഫറും മാത്രം തയ്ക്കുവാണെങ്കിൽ അതിന് 200 രൂപ. ഫ്രോക്ക് കണക്കുള്ളത്. പിന്നെ അമ്പർല സ്കേർട്ടിന് 200 രൂപ, പാവട മാത്രം തയ്ച്ചു കൊടുക്കുന്നത്. ചിലർ അമ്പർലൊക്കെ സ്കേർട്ടിന് ലൈനിങ് വേണമെന്ന് പറയും, അതിന് കൂടുതൽ 50 രൂപ. പിന്നെ എന്നതാ, നമ്മൾ മേലെ യൂണിഫോമിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂണിഫോം കോട്ടും യൂണിഫോം പാൻറ്റ് ചുരിദാർ അതിൻ്റെ കൂടെ എക്സ്ട്രാ കോട്ടാണെങ്കിൽ 350 വരും. ഈ കോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 250 ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേറെ എന്നാണ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക് ഉണ്ടല്ലോ, ഒരു 2 വയസ്സ് 3 വയസ്സ് അങ്ങനെയുള്ളത് 200 രൂപ. 3, 5 വരെയൊക്കെ 200-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ അതിന് ഇച്ചിരി മോഡൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറയും. 500 രൂപ വരെ പോകുന്നതുണ്ട്. 10 വയസ്സ് കൊച്ചുങ്ങൾക്ക്, 10-12 വയസ്സെല്ലാം ഫുൾ അമ്പർല കണക്ക് കിടക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളതിന് 500 രൂപ മേലെ പോവും. അതിൻ്റെ അത് നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച്, ചിലപ്പോൾ ചിലർ മെറ്റീരിയൽ വാങ്ങിച്ചു തരും. പിന്നെ സാരി മടക്കി അടിക്കൂല, സാരിയുടെ 2 തുമ്പും. ഇവിടെ സാരി മുന്തി അടിക്കാതെ ഉടുക്കത്തേ ഇല്ല. അപ്പോൾ 2 സൈഡ് അടിക്കുവാണെങ്കിൽ 20 രൂപ, ഒരു സൈഡ്, ചിലതെല്ലാം 1 സൈഡ് ആയിരിക്കും, അതിന് 10 രൂപ. ഷാളും കൊണ്ടുവന്ന് അടിക്കാൻ തരും ചിലപ്പോൾ, അപ്പോൾ അതിന് 20 രൂപ. ഷാൾ അടിക്കാൻ ഇച്ചിരി പാടാ. പിന്നെ ലുങ്കി ഉണ്ടല്ലോ, ലുങ്കി കൈലി അടിക്കുന്നതിന് 20 രൂപ. കൈലി ഇവിടെ മൂട്ടി അടിച്ചിട്ടേ ഉടുക്കത്തുള്ളൂ, കൈലി ഓപ്പണായിട്ട് അങ്ങനെ ഉടുക്കത്തില്ല. അതുപോലെ തോത്തിനും സൈഡ് അടിച്ചിട്ടേ ഉപയോഗിക്കത്തുള്ളൂ.
പിന്നെ നൈറ്റി കൊണ്ടുവന്ന് അത് ഷേപ്പ് ചെയ്യുക, സ്ലീവ് അഴിച്ചിട്ട് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് നല്ല ഷേപ്പ് അടിച്ച് കൊടുക്കാനാണെങ്കിൽ 50 രൂപ. ഇല്ല ചുമ്മാ സാധാ സൈഡ് മാത്രം അടിക്കാൻ പറയുകയാണെങ്കിൽ 20 രൂപ. സൈഡ് അടിച്ച് ഈ താഴെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി. പിന്നെ പറഞ്ഞ അടുത്ത് ചുരിദാറിന് സ്ലീവ് അടിക്കാൻ കൊണ്ടുവരും ഓരോ സമയത്ത്. ചുരിദാർ സ്ലീവ് ആണെങ്കിൽ അറ്റാച്ച് ചെയ്യുന്നത് 50 രൂപ. പിന്നെ മോഡൽ ബ്ലൗസ് 250 രൂപ മുതൽ സ്റ്റാർട്ടാകും. അത് ബ്ലൗസിൻ്റെ മോഡൽ ചിലർ പറയും പിന്നെ 180 രൂപയാണ് നമ്മൾ ലൈനിങ് ബ്ലൗസ് തയ്ക്കുന്നതിന്. അതിൽ ഒരു സാധാരണ ഒരു നെക്കും ഒരു സ്ലീവിനും ഇട്ട് ഒരു റോപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നോർമലായിട്ട് 250. പിന്നെ മോഡലനുസരിച്ച് കൂടും, അത് പറഞ്ഞേ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ ആരി വർക്ക് ബ്ലൗസ്. ആരി വർക്കൊന്നും ഇപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ യൂട്യൂബിൽ നോക്കി ഓരോ വീഡിയോസ് നോക്കിയാണ് ഞാനിപ്പം ആരി വർക്ക് പഠിക്കാൻ ഇപ്പോൾ തുടങ്ങിയേക്കുന്നത്. എനിക്ക് 2-3 ബ്ലൗസ് തച്ച്. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ റേറ്റ്. അപ്പം തമിഴ്നാട്ടിനും കേരളത്തിനും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ഇതാണ് ഞാനിവിടെ വാങ്ങിക്കുന്ന തയ്യൽ കൂലി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.